السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. قال الله عز وجل. قال الله عز وجل. ما أكرم شاب شيخا لسنه إلا قيض الله له من يكرمه عند سنه. قال رسول الله. يا خير من دفنت بالقاع عظمه فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ചൊല്ല മൗലായ صلي وسلم. യക്കോ വേണ്ട, യക്കോ محمد سيد الكونين وثقلين والفريقين من عرب ومن عجم. مولاي ഏറെ ആദരവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ അനുഗ്രഹീത വേദിയിലെ ധന്യ സാന്നിധ്യം, ചരിത്രമുറങ്ങുന്ന ഇതിഹാസ പ്രസിദ്ധമായ നമ്മുടെ മഹല്ലത്തിൻ്റെ ആദരണീയരായ ഖത്തീബ്, യുവപണ്ഡിതരും അനുഗ്രഹീത പ്രഭാഷകനും എല്ലാത്തിനേക്കാളുപരി എൻ്റെ ആത്മസുഹൃത്തും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് കെ എസ് റിയാസ് ഫൈസി കക്കിഞ്ചെ, സമാദരണീയരും ബഹുമാന്യരും ഏറെ ആദരണീയരുമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ ആദരണീയരായ മുഅല്ലിം അഭിവന്യ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് മനോഹരമായ നിലക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ ഖാദർ ഷാ വലിയുള്ളാഹി ദർഗാ സമിതി ഇതിൻ്റെ പ്രഗത്ഭനായ കാര്യദർശി പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബ് കിനാര, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ ഒത്തുകൂടലവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂല് ചെയ്യട്ടെ. ഇവിടെ മറപെട്ട് കിടക്കുന്ന മഹാനരായ വലിയുള്ളാഹി തങ്ങളെ ഹക്ക് ജഹ് ബർക്കത്തുകൊണ്ട് ഈ കൂടിയതിനേക്കാളേറെ ചേലില്, ചന്തത്തില്, ഭംഗിയില് നാളവൻ്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഞങ്ങളിലും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഭാര്യ മക്കൾ, മക്കളെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ,
ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളോട് ദ്വാരക്കണേ ദ്വാരക്കണേ എന്ന് വസിയ്യത്ത് പറഞ്ഞിട്ടുള്ളവർ, തിരിച്ചങ്ങോട്ട് വസിയ്യത്ത് പറയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ മഹത്തായ പരിപാടിക്ക്, ഈ പുണ്യകരമായ കാര്യക്രമത്തിനു വേണ്ടി നാളേറെയായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, നേതൃത്വം കൊടുത്തവർ, സലഹമാഹിത്യ ഉപദേശങ്ങളൊക്കെ നൽകിയവർ, എല്ലാവർക്കും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം അല്ലാഹു ഈമാനോടെ ആഖിബത്ത് സലാമത്താക്കി തരട്ടെ. അവരിലും ഞങ്ങളിലുമുള്ള എല്ലാവിധ രോഗങ്ങളും കരുണക്കടലായ റബ്ബ് പരിപൂർണമായും മരുന്നില്ലാതെ ശിഫയാക്കി തരട്ടെ. അവരുടെയും ഞങ്ങളുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അല്ലാഹു എല്ലാവർക്കും ഖൈറ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ ഞാനടക്കം മറ്റു ഉസ്താദുമാർ, വന്യരായ ഖത്തീബ് ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ്, മറ്റു വേണ്ടപ്പെട്ട പലർക്കും നല്ല നിലക്ക് ഭക്ഷണം ഒരുക്കി ഞങ്ങളെ സൽക്കരിച്ച, ഞങ്ങളെ ഭക്ഷിപ്പിച്ച പ്രിയപ്പെട്ട ഖലീലാക്ക, അല്ലാഹു തആല വീട്ടുകാരുടെ സദ്യ കബൂല് ചെയ്യട്ടെ. അവരെ സൽക്കാരം അല്ലാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു രണ്ടു ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആമീൻ ചൊല്ലാത്തതാ എന്നൊക്കെ കേൾക്കാത്തതാ? ചൊല്ലാത്തതാ കേൾക്കാത്തതാ? ചൊന്നിട്ടുമില്ല കേട്ടിട്ടുമില്ല, രണ്ടുമില്ല അല്ലേ? ഇതിൽ റാഹത്തിൽ ചൊല്ലണം. കാരണം ഇത് ഷഅബാൻ മാസമാണ്, സ്വർഗത്തിൻ്റെ മജ്ലിസാണ്. അള്ളാഹുവിനെ അറിഞ്ഞ, അള്ളാഹു അറിഞ്ഞ അവൻ്റെ മഹാന്മാരുടെ ചാരത്താണ്. എല്ലാം കൊണ്ടും അള്ളാഹു ദുആക്ക് ഉത്തരം ചെയ്യുന്ന നല്ല മജ്ലിസ്. ഞങ്ങൾക്ക് ദുആരക്കാനേ മനസ്സില്ലെങ്കിൽ പിന്നെ അള്ളാഹ് തരണമെന്ന് അത്ര വലിയ നിർബന്ധമില്ല. ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ആശയില്ല, പിന്നെ അള്ളാഹ് തരണമെന്നെന്തേ? അള്ളാഹിൻ്റെ അടുക്ക് എല്ലാം ഉണ്ട്. അള്ളാഹിൻ്റെ അടുക്ക് എന്തോ കമ്മിയില്ല, ഒന്നിനും കുറവില്ല. ഇരിക്കും കസാല വരുമ്പോൾ കിടാവല്ലേ. എതിറിൽ കുറച്ച് കാലിയുണ്ട്, ആ എതിർത്ത കസാര അടിക്കും. ഇത്ര ഫ്രണ്ടിൽ വേണ്ട, നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങൾ ബാക്കിരിക്കും. കുറച്ച് ഈ എതിറിൽ വേണ്ട. ഇത് കുറേ ഫ്രണ്ടായി ചന്താട്ട്, ചെറുതായെങ്കിൽ നല്ല ചന്താണ്. ആ ഫ്രണ്ട് ഒരു ലൈൻ ഫുൾ അടിക്കും. ബാക്കിലടി കൂടെ അങ്ങനെ വട്ടാരിടണ്ട, നല്ല ചന്താക്കിയിട്ട് നാലാൾക്കാർ കൂടിയൊന്നും മയ്യാവും. വലിയ വിഷയമല്ല, ചന്താണ്. ചിക്കതാതൊരു ചൊക്കവാകിർലി ചത്തിട്ട് കിടക്കുന്നു, ചമഞ്ഞിട്ട് കിടക്കണമെന്ന് അബ്ബ ചൊല്ലു എപ്പോഴും. എങ്ങനെയും മരിച്ചല്ലേ കൊണ്ടൊരു പൂത്ര നങ്ങടെ വിയാക്കി തീരാ. നല്ല സെൻറ്റെല്ലാം ഇട്ടിട്ട്, മൈലാഞ്ചിൻ്റെ എല്ലാം ഇട്ടിട്ട്, പുതിയൊരു 3 കണ്ട തുണി മേങ്ങിയിട്ട് ചെമ്പാപ്പ് പോലാക്കി കിടത്തോനായാല ഒട്ടാരാക്കി തീരാ. ഏത് വിഷയത്തിലും അങ്ങനെ ഔത്തറോടെ പോയിട്ട് ഞങ്ങൾ പിന്നെ പരൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ചെരിപ്പൂരിട്ട് വെക്കലുണ്ട്. ഇരിക്കി മതി, അൽഹംദുലില്ലാ ഇരിക്കും. എല്ലാവരും ചെരിപ്പൂരിട്ടാണ് പരൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അല്ലേ? നിങ്ങത്തല്ല തലല്ലാട്ടണോ? ഞാൻ ജപ്പാൻകാരൊട്ട വേല ചൊന്നോണ്ടുള്ളല്ല, നിങ്ങളൊട്ടമേ. നിങ്ങൾ എൻ്റെ ഒട്ടിക്കുമേ വേണോ? ബായ് വളർന്നിട്ട് കേൾക്കും. ഇത് പാട്ടൊന്നും അല്ല. ശരിക്കും എൻ്റെ കാതിൽ കേൾക്കണോ, കൽബിൽ നല്ലോണം പഠിക്കണോ. നിങ്ങളുടെ ജീവിതത്തിൽ വേണോ, എൻ്റെ ജീവിതത്തിൽ വേണോ, നാളെ വേറെ അങ്ക് നിങ്ങൾ ചൊന്നു കൊടുക്കും വേണം. അപ്പോൾ ഒരു 1.5 ഗണ്ട മയ്യാവും. നിങ്ങൾ എൻ്റെ ഒട്ടിക്കുമേ വേണം. നിരീക്കുമ്പോൾ പോണ്ടോ. ഇത് ഡേണേറ്റ് മാച്ച് എന്തും അല്ല. ഇത് ഏറെ പുണ്യകരമായ ഇബാദത്താണ്, ശ്രേഷ്ഠമായ അമലാണ്, വളരെ പ്രതിഫലമുള്ള കർമ്മമാണ്. അതുകൊണ്ട് നല്ല അദബില്, നല്ല അച്ചടക്കത്തില്, നല്ല റെസ്പെക്റ്റില്, നല്ല ഈല് പോകണം. അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇബാദത്ത് കുറഞ്ഞെങ്കിലും വലിയ വിഷയമല്ല. ഇബാദത്ത് കുറേ പോകണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമില്ല. 5 നേരം നിസ്കാരം, അതുപോലെ തന്നെ റമളാന്റെ നോമ്പ്, കുറച്ച് ഹജ്ജ്, അതുപോലെ തന്നെ കുറച്ച് അപ്പുറം ഇപ്പുറമുള്ള സുന്നത്ത്, കുറച്ച് ദിക്ർ സലാത്ത് മയ്യാവും. പക്ഷെ നല്ലോണം വേണായത് അദബ്. അദബ് എന്നത് മസ്റ്റാണ്. കാതൽ അദബു അയ്യക്കൂന സുലുസൈ ദീനി. ഞാൻ ഇത് എല്ലായിടത്തും പറയുന്ന വിഷയമാണിത്. ദീനിന്റെ 1/3 അദബ്. ഇന്നില്ലാതെ പോയതും അതാണ്. ഇന്നെല്ലാവർക്കും നിസ്കാരമുണ്ട്. പക്ഷെ ആ നിസ്കരിക്കപ്പെടുന്ന പള്ളിന്റെ അടുത്ത് വന്നിട്ട് എങ്ങനെ നിൽക്കണോ, എങ്ങനെ വിഷയാക്കണോ, പള്ളിന്റെ ഇവിടെ അങ്ങനെ പെരുമാറണോ എന്നറിയാലേ. ആലിമീങ്ങളോട് വല്ല കമ്പനി ഇപ്പോ. പക്ഷേ ആലിമീങ്ങളോട് എങ്ങനെ വേണോ, ഏത് നിലക്ക് പെരുമാറണോ എന്നറിയാലേ. ജന്മം നൽകിയ ഉമ്മയോട്, ബാപ്പയോട്, പ്രായമുള്ള വയസ്സന്മാരോട്, നാടിന്റെ നേതാക്കളോട് ഏത് നിലക്ക് സമീപിക്കണോ എന്നുള്ള ഇത് ഇന്നില്ല. അദബില്ല, അദബ് പോയി. ഇനി ഇങ്ങനെ അദബ് കുറഞ്ഞിട്ട് എല്ലാ അദബും ഇല്ലാണ്ടാകുന്ന സമയത്താണ് ലോകം അവസാനിക്കൽ. അതിന്റെ റിഹേഴ്സലാണ് ഇപ്പൊ നടന്നുകൊണ്ടുള്ളത്. അതിന്റെ താലീമു പന്തിയ. ഇന്നത്തെ ജനറേഷൻ അദബില്ല. ഇപ്പൊ നോക്കി, പണ്ടത്തെ ഞങ്ങളെ ഉമ്മാമ ഹെൽത്തിന്റെ ഓറ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഓറ, അല്ലെങ്കിൽ 6 ആട്ട്, അംഗനവാടി ടീച്ചർ 6 ആട്ട്,
ഔത്തൻ്റെ ഔത്തരോട് വന്നിട്ട് എന്തുമ്പോൾ നിങ്ങളെ പേരെന്ന് കേൾക്കുമ്പോൾ പേര് ചൊല്ലും, മക്കളെ പേരെന്തെന്ന് കേൾക്കുമ്പോൾ മക്കളെ പേര് ചൊല്ലും, മക്കളെ അബ്ബന്റെ പേര് നിങ്ങളെ മാപ്പിളിന്റെ പേരെന്തെന്ന് കേൾക്കുമ്പോൾ ചെല്ലല. അയിമ മെല്ലെ തലതാത്തു, അയിമ ശങ്കിച്ചിട്ട് തലതാത്തു. ഒരിക്കലും അയാള് അയിമ ആ ഉമ്മ ജീവൻ പോയെങ്കും തന്റെ മാപ്പിളിന്റെ പേര് പറയാം. അതാണ് ബഹുമാനം, അതാണ് റെസ്പെക്ട്. കുഞ്ഞുമക്കളോട് പറയും, തന്റെ പേരക്കിടാക്കളോട് പറയും, ഇരുന്നോ ചന്തത്തില്ലേ. ഞാൻ തരുന്നോ ആ ഉമ്മ എന്തെങ്കിലും ജീമ പോയെങ്കും മലക്കം മറിഞ്ഞെങ്കിലും അയിമ എന്ത് ചോറാക്കിയെങ്കും ഉമ്മ അബ്ബറ പേര് ചൊല്ലല്ലേ. അടുത്തുള്ള മക്കളോട് ചൊല്ലു, മോനോ അബ്ബറ പേര് ചൊല്ലുമ്മ. ഈമക്ക് എന്ത് ചൊല്ല, ഈമക്ക് എന്റെ അണ്ണക്കിൽ പിണ്ണക്ക് തള്ളിറ ചെല്ലല്ലേ. പിണ്ണക്ക് തള്ളിയതല്ല, അതാണ് ബഹുമാനം. എന്നാ ഇന്നത്തെ ജനറേഷൻ, ഇപ്പത്തെ തലമാറോ സ്വന്തം മാപ്പിളിനെ വരെ പേര് ചൊല്ലിയിട്ട് വിളിക്കുന്ന കാല അല്ലേ. ഹമീദ്, മജീദ്, മുനീർ, അബ്ബാസ്, കമാൻ ചായ പിയോ എന്ന് പറഞ്ഞിട്ട് ഒക്കെ പേര് പറഞ്ഞിട്ട് വിളിക്കുന്ന കാല. ബഹുമാനം ഇല്ല ചിരിക്കാൻ പറയുന്നതല്ല. ഈ ബഹുമാനം എടുത്തുപോയാൽ അന്ന് ഞങ്ങളെ ഇബാദത്തെല്ലാം നിഷ്ഫലമാണ്, അന്ന് ഞങ്ങളുടെ ആരാധനകൾ പല ശൂന്യമാണ്. അതബില്ലാതെ പെരുമാറിയാൽ, നിങ്ങൾക്ക് നല്ല സംസ്കാരമില്ലാതെ പോയാൽ, ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കാത്ത കാലം വന്നാൽ, ആ ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പള്ളികളോട്, മദ്രസകളോട്, മഹാന്മാരോട്, മസാറുകളോട്, മക്കാമുകളോട്, ദീനിന്റെ വിളക്കുകളാകുന്ന ദീപമാകുന്ന അലിമീങ്ങളോട്, പ്രായമുള്ള വലിയവരോട്, ഹിരിയന്മാരോട്, ജന്മം നൽകിയ ഉമ്മയോട്, പപ്പയോട് ഞങ്ങൾക്ക് ആദരവില്ലാതെ വന്നുപോയാൽ, അവരോട് ബഹുമാനമില്ലാതെ പെരുമാറിപ്പോയാൽ, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്, നിങ്ങൾ ചെയ്ത സകല അമലുകളും ഇബാദത്തുകളും നിങ്ങൾ അറിയാതെ ബാത്തിലായി പോകുന്നതാണ്, നിഷ്ഫലമായി പോകുന്നതാണ്. നാളെ പരലോകത്ത് നിങ്ങൾ ചെയ്ത അമല് കാണല. നിങ്ങളെ ഡയറിയില്, നിങ്ങളെ കിതാബില് നിങ്ങൾ ചെയ്ത വയലോ, നിങ്ങൾ പറഞ്ഞ വയലോ, നിങ്ങൾ കേട്ട വയലോ, നിങ്ങൾ ചെയ്ത ഇബാദത്തോ അവിടെ ലിസ്റ്റില് കാണല. അതുകൊണ്ട് എല്ലാത്തിനേക്കാളും പ്രഥമമായിട്ട്, മസ്റ്റായിട്ട്, ആദ്യമായിട്ട് വേണ്ടത്, ധാരാളമായിട്ട്, ഏറെയായിട്ട്, നല്ലോണമായിട്ട് വേണായത് അദബാണ്. അദബ് മറക്കണ്ട. ഈ ഹക്ക് പോലെ പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. അതിന്റെ പേരിൽ ഒരു കിബ്റോ അനാനിയത്തോ അള്ളാഹു നമുക്ക് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നൽകാതിരിക്കട്ടെ. ആമീൻ ചെല്ല്. നിങ്ങൾ ആമീന് എന്റെ വയലിനെക്കാട്ടും വലിയ പവറുണ്ട്. മുഅ്മിനീങ്ങളെ മജ്ലിസ്, മുഅ്മിനീങ്ങളെ സംഗമോ, മുഅ്മിനീങ്ങളാ ഒരു കൂട്ടം, അതൊരു മുബാറക്കായ മജ്ലിസാണ്. ആളെ നോക്കണ്ട. ഇപ്പൊ ഞാനാരും നിനക്കറിയോ? നിങ്ങൾക്കറിയാലോ? അറിയോ? നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഭയങ്കരല്ലേ? ബടാഹേ ബൗത്ത് ബടാഹേ, ബൗത്ത് ബടാഹേ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ നോക്കിയെങ്കിൽ മാത്രം മയ്യാവല്ല. നന്റെ ഔത്ത് വരി കേക്കണേ അങ്ങനെ ആള്. ഇപ്പൊ കാണുമ്പോ എല്ലാവർക്കും തോന്നും കൈ മുത്തോണോന്നല്ലേ. അല്ലേ ഉസ്താദ്? പോകുമ്പോ കൈ മുത്തോണോ എന്ന് തോന്നും എല്ലാവർക്കും. കൈ മുത്തണ, കൈ കൊത്തണാന്ന് അവിടെ വരി കേക്കണം. ഏത് പാട്ട് ഞങ്ങൾ ആരും ഞങ്ങൾക്ക് അറിയൂ, സെൽഫ് അറിയൂ. എനക്ക് ഞാൻ ആരെന്നറിയും, നിങ്ങൾക്ക് നിങ്ങളാരെന്നറിയും. എന്നാലും ഈ കൂട്ടായ്മയാകുമ്പോ, ഞങ്ങളെല്ലാവരും കൂടിയ വിശ്വാസികളുടെ മജ്ലിസാകുമ്പോ, മുഅ്മിനീങ്ങളെ മജ്ലിസാകുമ്പോ, അള്ളാനെ കൊണ്ട് ആഖിറം കൊണ്ട് വിശ്വസിക്കുന്നവരുടെ സംഗമമാകുമ്പോ ആ കൂട്ടായ്മക്കൊരു ബർക്കത്തുണ്ട്, ആ മജ്ലിസിനൊരു ഇജാബത്തുണ്ട്, അതിന് പ്രത്യേകമായൊരു റഹ്മത്തുണ്ട്. അത് ചെറിയ വിഷയമല്ല. അവിടെ ഞാൻ എന്നെ മാത്രം നോക്കിയിട്ട് ചെറുതാണോന്നില്ല, എന്റെ മാത്രം വിചാരിച്ചിട്ട് ഞാൻ എന്നെ ചെറുതാക്കണോന്നില്ല. ആ സംഗമത്തിൽ ഞാൻ പെട്ടുപോയെങ്കിൽ, ആ മജ്ലിസിന്റെ ഉൾഗനാനായി പോയെങ്കിൽ അവിടെ പിന്നെ വലിയ ബർക്കത്തുണ്ട്. പരിശുദ്ധ ഖുർആനാണ്. എന്തിനാ ഞങ്ങൾ നിസ്കരിക്കുമ്പോ ഞാനും നിങ്ങളും ഒറ്റക്ക് നിസ്കരിക്കുന്നവരായിട്ട് പോലും, സിംഗിളായിട്ട് നിസ്കരിക്കുന്നവരായിട്ട് പോലും, അതെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഫാത്തിഹ അല്ലേ? അല്ലേ? ഫാത്തിഹ അല്ലേ? നിങ്ങെന്തിങ്ങനെ ഒരു ബേജാറ് പോലെ ബേച്ചിട്ടില്ലേ? നല്ല നല്ല റിലാക്സിൽ വേണോ, നല്ല ഒരു ലവളവിക്കൽ വേണം. എന്താ പറയുക ഒരു ആക്റ്റീവില് എന്താ ലവളവിക്ക? നല്ല ലവളവിക്കൽ വേണോ, നല്ല ജിഗിറിൽ വേണോ. മൂന്നത്തെ ദുനിയാവോ
കാട് കയറിയിട്ടെന്തു തിങ്കാക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ പോണേ. അവൻ വെച്ചനെ കാട്ടി അപ്പുറം എന്തോ ആണൂല്ലോട് ആരെന്താക്കിയെങ്കിലും. അപ്പൊ അൽഹംദുലില്ലാ റാഹത്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ദിക്ർ എപ്പോഴും ചൊല്ലിക്കോളി. നല്ല ധൈര്യം ഉണ്ടാവും, എല്ലാ കാര്യത്തിലും സോൾവ് ഉണ്ടാവും, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ലാഹു കാണിച്ചു തരും. എല്ലാം ബറാബർ. അത് ഭയങ്കര ദിക്റാണത്. നമുക്കതിന്റെ ഗുണം അറിയാല, മണം അറിയാല. ഇനി ഗുണം അറിഞ്ഞെങ്കും മണം അറിഞ്ഞെങ്കും ചെല്ലാൻ അറിയാല, ചെല്ലാൻ നേരമില്ല. ഇനി നേരം കിട്ടിയോനി ചെല്ലാനും അറിയുന്നില്ല. എന്തെല്ലാക്കിയിട്ട് ബഗഡ ചൊല്ലിക്കൊണ്ടുള്ള ഒലല്ലാറ്റീഞ്ഞിട്ട് ഒരാൾ ഫാത്തി വന്ന് കേട്ടു. ഞാൻ നണ്ടപ്പുറത്ത് നിന്നിട്ടുണ്ടേ നാണിപ്പോ നിസ്കരിക്കുന്നത് വെച്ചുമേ ഓതുന്നുണ്ട്. അയാൾ ഹാബിറ്റ് അങ്ങനെ ആയിട്ടിക്കോ വലല്ലാറ്റീൻ ഇന്നത് പോ ടീ ആയി ജഡാവാത്തല്ല കാത്ത് നക്ക് പിന്നെ കേട്ടതാന്ന് വിചാരിച്ച അങ്ങനെ ആയിട്ടിക്കു. ഞങ്ങൾ ആരും തെറ്റിദ്ധരിക്കു തീരല്ലേ. ഞങ്ങമേ ഭയങ്കര കണ്ടീഷൻ അങ്ങല്ലേ എന്തുമില്ല. ഞങ്ങളുടെ എപ്പോഴും വിചാരിച്ച നീ പോയ നീ ഇബിലിസിനെ കാട്ടിക്കേട്ടായ അങ്ങനെ നല്ലങ്ങമേ വിചാരിക്കണോ. അവർ നല്ലോറ്, അവർ എല്ലാവരും ശ്രേഷ്ഠന്മാര്, ഞാനും ഒന്നുമല്ല എന്നേ വിചാരിക്കണം. അത് കൽബിന്റെ ഉള്ളിൽ വേണം. അത് ഗടിഗടി ചേഞ്ച് ആണ് സൗണ്ട്. തൊട്ടില്ലല്ലേ നിങ്ങ? മാഷാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളെ ഓപ്പറേറ്ററിനും അയാളെ സൗണ്ടിനും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ചൊല്ല്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തില്ലേ നിങ്ങൾ നണ്ടൊട്ടിക്കമേ പോണോ? നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാവത്തീറ. ടൈം വേഗ ഫാസ്റ്റ് പോണ്ടു. പണ്ടത്തെ പോലെ ഒരു നാൾക്ക് 24 മണിക്കൂറൊന്നും ഇല്ല. ഇപ്പം പണ്ട് ഒരു വാർത്തക്ക് 7 നൈൻത്ത്, ഒരു തിങ്ങൾക്ക് 30 നൈൻത്ത്, ഒരു വർഷത്തേക്ക് 12 തിങ്ങത്ത്. ഇപ്പം അത്രയൊന്നും ഇല്ല. ഇപ്പം കഴിഞ്ഞ മുഞ്ഞാണ്ട് നോമ്പായോ സമൂസ എന്നിട്ട് മണ പോയിട്ടില്ലേ? വൈകുന്ന മറ്റേ നിമിഷമല്ല പാട നോമ്പു. ഹലോ സാർ, എന്ത് സ്പീഡ്! ചിരിക്കണ്ട, ഞങ്ങൾക്ക് പുറകെ അടുക്കാരായി, ഞങ്ങളായുസ തീരാനായി. കാണുന്ന പള്ളിപ്പറമ്പില് അവിടെ ഏതാ 10, 30, 300, 400 ആളുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ജാഗ കണ്ട നിങ്ങൾക്ക് തെല്ലു നോക്കുറുവല, അവിടെ നോക്കുറുവല. സുബ്ഹാനല്ലാ, ആ ജാഗല് നാളെ കിടക്കരുത്. നാണായിട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങ ആയിട്ടിക്കോ ആരെന്നറിയല. അപ്പൊ ഞങ്ങളുടെ ടൈം അങ്ങനെ പോയോണ്ടുണ്ടോ? ആ ഓരോ ടൈമും അങ്ങനെ കുറഞ്ഞോണ്ട് പോകുമ്പോത്തുക ഞങ്ങളുടെ ടൈം അങ്ങനെ മൈനസാകുമ്പോത്തുകോ ലസാകുമ്പോത്തുകോ ഞാനും നിങ്ങളും അതാ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ മണ്ണറയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ വിഷയം അതല്ല. മുഅ്മിനീങ്ങൾ ഒരു കൂട്ടായ്മമാകുമ്പോ, മുഅ്മിനീങ്ങളെ മജ്ലിസാകുമ്പോ അത് ഏതുമാകട്ടെ, ആ മുഅ്മിനീങ്ങൾ ഒരു സംഗമത്തിന് ഒരു ബർക്കത്തുണ്ട്, മുഅ്മിനീങ്ങളെ ഒരു സമാഗമത്തിന് ഒരു ഇജാബത്തുണ്ട്, ആ മുഅ്മിനീങ്ങളെ ഒരു സമ്മേളനത്തിന് ഒരു പ്രത്യേകമായ ഒരു റഹ്മത്തുണ്ട്. കാരണം അവർ മുഅ്മിനീങ്ങളാണ്. അവർ തെറ്റ് ചെയ്തവരായിരിക്കും, ഇബാദത്തില്ലാത്തവരായിരിക്കും, എന്നാലും അവർ അല്ലാഹനെ വിശ്വസിച്ച മുഅ്മിനീങ്ങളാണ്, പരലോകത്തെ വിശ്വസിച്ച മുഅ്മിനീങ്ങളാണ്. അണുമണി തൂക്കം ഈമാനുള്ളത് കൊണ്ടാണ്, അല്ലാഹനെ പറ്റിയുള്ള ബോധവും പേടിയും ആശയും ആഗ്രഹവും ഉള്ളത് കൊണ്ടാണ് നിങ്ങളതാ ഈ സംഗമത്തിൽ കൂടിയത്. ആ ഈമാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആരും വരാലാത്ത്. അപ്പൊ ഈ ഈമാനാണ് വലിയ കാര്യം. അതുകൊണ്ട് തന്നെ പറയട്ടെ, അതിന് വലിയ ബർക്കത്തുണ്ട്. നിങ്ങൾ നോക്കൂ, ആയിക്കൊണ്ടും ലൂസ് ആയിക്കൊണ്ടും പിന്നെ ലാസ്റ്റ് അല്ലാഹു ആയിക്കൊണ്ടും ലൂസ് ആയിക്കൊണ്ടും പിന്നെ ലാസ്റ്റ് അല്ലാഹു അക്ബർ കേട്ട മസ്അലത്തിലെ ഡേഞ്ചർ ഉണ്ടോ പഠിച്ചിട്ട് നിങ്ങൾ ടൈറ്റ് ആക്കിയ മയ്യാവും ബെൽറ്റ് അവലെ മുആഫിക്കാറ് മസ്ബൂക്കാറും തല്ല് പഠിക്കണായ വിഷയം. അത് ഫാത്തിയ എല്ലാരെ ഫാത്തിയ ഇമാമ് ചുമക്കല. ചില ആൾമാരെ ഫാത്തിയ അയാൾക്ക് ഫാത്തിയ കിട്ടിയിട്ടില്ലെങ്കിലും അയാൾക്ക് പാതി ഫാത്തിയ കിട്ടും ചാൻസ് ഓതിയത്, പിന്നെ ഓത് ചാൻസ് കിട്ടിയെങ്കിലും ബാക്കി അൽഹംദുലില്ലാ ഞങ്ങളെ ഖത്തീബ് ചുമന്നോളൂ. അയാൾക്ക് കുറച്ച് ഗട്ടിയുണ്ട്. ഏത് ഖത്തീബായും ഞങ്ങളെ ഖത്തീബ് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ എല്ലാവർക്കും അത് വിറ്റല്ല. ഇരിക്കട്ടെ, ആ ഫാത്തിയ ഓതുമ്പോ ഞങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നെങ്കിലും ഞങ്ങൾ കൂട്ടമായി നിസ്കരിക്കുന്നെങ്കിലും ആ ഫാത്തിയ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അല്ലാഹുവോട് പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ അതിന്റെ അർത്ഥം? ഫാത്തിയ അല്ലേ ഏറ്റവും ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് കടിമ. പക്ഷ ആ ഫാത്തിയന്റെ അർത്ഥമെങ്കിലും ഞാനും നിങ്ങളും പഠിക്കണ്ടേ? എന്തു പഠിച്ചില്ലെങ്കിലും അതെങ്കിലും അറിയണ്ടേ? ഫാത്തിഹയാണത്. 5 നേരം നിസ്കാരത്തിൽ നിർബന്ധമാണത്. 17 വട്ടെങ്കിലും ഒരു ദിവസത്തിൽ ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരമേ അല്ല. തലകുത്തി മറിഞ്ഞു കൊണ്ടു നിസ്കാരമാണില്ല. ഫാത്തിഹ ഓതാണ്ട് നിസ്കരിച്ചെങ്കിൽ നിസ്കാരമാണില്ല. അപ്പൊ ഫാത്തിഹ എന്നത് വലിയ കാര്യമാണ്. ഇരിക്കും എല്ലാവരും നേരെ കേക്കി. ഞാൻ എന്ത് പറഞ്ഞു? എന്നെ നോക്കി, നിങ്ങൾ ആരെ പുറപ്പെടും നോക്കണ്ട.
ഞാൻ എന്ത് പറഞ്ഞേ? ഫാത്തിഹ. ആ ഫാത്തിഹ ഓതുമ്പോ ഇയ്യാക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ ഇതിന്റെ അർത്ഥം? ഇയ്യാക പടച്ചോനെ നിന്നെ മാത്രം നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ വേറെ ആരെയും ആരാധിക്കുന്നില്ല. ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നത് നിനക്ക് മാത്രം. ആരാധനക്കർഹൻ ഇബാദത്തിനർഹൻ നീ മാത്രം. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്ന, വേറെ ആരോട്ടും ഞങ്ങൾ സഹായം തേടുന്നില്ല. ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവേണായിട്ട്, വെച്ച് സൗണ്ട് കിട്ടുവേണായിട്ട് പടച്ചോനെ നിന്റെ മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അപ്പൊ ഈ മൈക്കമ്മ ഇതൊരു വസീല മാത്രമാണ്, ഇതൊരു മീഡിയേറ്റർ മാത്രമാണ്. ഇതിൻ്റെ ഒട്ട ഞങ്ങൾ സഹായം തേടുന്നില്ല. ഈ സൗണ്ട് വലുതാക്കുന്നതും ചെറുതാക്കുന്നതും എല്ലാ കാര്യം സഹായിക്കുന്നതും അല്ലാഹു മാത്രമാണ്. പിന്നെ ഞങ്ങൾ ഉമ്മൻ്റെ ചോറ് കൊണ്ടുപോവാ, ഡോക്ടറിന്റെ മരുന്ന് തരൂ, മൈക്ക് ഓപ്പറേറ്ററോട്ട് സൗണ്ട് ചന്താക്കുറോ, ഔലിയാക്കന്മാരൊട്ട ഞങ്ങളെ കാക്കുറോ എന്നൊക്കെ കേൾക്കുന്നത് അത് അള്ളാഹ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ ആക്കിയിട്ട് വെച്ചിറ. അള്ളാഹ് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ ഒരു കഴിവ് കൊടുത്തറ. അവരെ ഞങ്ങൾ അള്ളാഹ്ക്കിടതല്ല. ഒക്കെ ചില ആൾമാർ അങ്ങനെ ഒരു അപ്പാർത്താക്കിക്കൊണ്ടുള്ള ഈ ലൈറ്റ് ബൾബ് ഉറൂസ് എല്ലാം കാണുമ്പോൾ ചില ആൾമാർക്ക് ജോറത് കൂടെ ഉണ്ടയില്ലെന്നറിയാലേ. അള്ളാഹു ഞങ്ങളെ മക്കളെ ഈമാൻ കാക്കട്ടെ. ഔലിയാക്കന്മാർ കേൾക്കാല, അങ്ങനെ സഹായിക്കാലെന്നെങ്കിൽ നണ്ട പിടിക്കറൂ അങ്ങനെ കേക്കോ തീറാ നോക്കാം. നാളെ കിണറ്റക്ക് ബുള്ളറ്റ് പോല കിണറ്റക്ക് ജാറ്റ് ബുള്ളറ്റ് അല്ല കാക്കട്ട് ബുള്ളണ്ട. ഇൻ കേസ് ഞാൻ ഉദാഹരണം ചൊന്നു, ഒരു വേള വീണെങ്കിൽ അവിടുന്ന് എങ്ങനെ അരബായിട്ടോ പഠിച്ചോടെ നീ റോപ്പ് ഇടല്ല റാട്ട ഇടല്ല നണ്ട മീത്താക്കല്ലാന്നാ. ഓക്കെ നാരായണ അമ്മബ്ബ മുഹമ്മദ് കുഞ്ഞ് കമോൺ ജൽദി ആവോ അങ്ങനല്ലേ വിളിക്കുന്നേ. അപ്പൊ അതങ്ങനെ കേട്ടെ നീ അല്ലേ ചൊന്നേ അല്ലാറട്ട് മാത്രമേ കേൾക്കണോ? നീ റോപ്പ് കേൾക്കുന്നു, റാട്ട കേൾക്കുന്നു, എന്ത് വിളിക്കുന്നു? അല്ലാനെ വിളിക്കണ്ടേ? നീ എന്ത് കോര വിളിച്ചേ? അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? ആരെന്താക്കുന്നെങ്കിലും അയാൾ റാട്ട് കൊണ്ടുവന്നെങ്കിലും അയാൾ റോപ്പ് കൊണ്ടുവന്നെങ്കിലും ആ മഹാനരോട് പറഞ്ഞിട്ട് ആ മഹാനർ വല്ലതും ചെയ്തു പോയെങ്കിലും എല്ലാം എല്ലാ സഹായത്തിന്റെയും ഉഗമസ്ഥല അതിന്റെ ഉത്ഭവം അള്ളാഹുവിൽ നിന്നിട്ടാണ്. മഹാന്മാർ മുഖേന സഹായിക്കുന്നതും അള്ളാഹുവാണ്. അപ്പൊ മഹാന്മാർ ഞങ്ങൾക്ക് സഹായികളാണെന്നുള്ള ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവരോട് സഹായം തേടുന്നു. അതവരെ അള്ളാഹ്ക്കുന്നതല്ല, അതവർക്ക് ഇബാദത്ത് എടുക്കുന്നതല്ല, അതവരെ പടച്ചോനാക്കുന്നതല്ല. അവർ അള്ളാന്റെ ഖലീഫമാരാണ്, അവർ അള്ളാന്റെ ദൂതന്മാരാണ്, അവർ അല്ലാഹു തആല അനുഗ്രഹിച്ച മഹാന്മാരാണ്. അവർക്ക് അല്ലാഹു പ്രത്യേകമായ ചില അൺലിമിറ്റഡ് ആയിട്ടുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കല്ല തന്നിട്ടില്ല. അത് വെച്ചിട്ട് ഞങ്ങൾ അവരോട് കേൾക്കുന്നത് ചോദിക്കുന്നത് തെറ്റല്ല. ഏതായാലും മഹാന്മാരോടുള്ള നല്ലൊരു ബന്ധം നമുക്ക് വേണം. അതുകൊണ്ട് ഞങ്ങളെ ഈമാനിന് ഒരു തകരാറും വരാനില്ല. പക്ഷേ അത് വെച്ചിട്ട് അവിടെ സുജൂദിടാൻ പാടില്ല. ഏത് മഹാന്റെ മക്ബറയിലും സുജൂദിടാൻ പാടില്ല. മക്ബറകളുടെ മുമ്പിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കാണാൻ പാടില്ല. സ്പർശനമോ ദർശനമോ പാടില്ല. അത് എവിടെയും പാടില്ല. ഉറൂസിന്റെ ഇവിടെ നിന്ന് മാത്രമല്ല, അത് ബജാറിലായാലും പറ്റേല, എവിടെയായാലും പറ്റേല. അല്ല പൊറുക്കാത്ത ഹറാമായ കാര്യങ്ങള് അത് സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഹറാമാണ്. ഇരിക്കട്ടെ, ഇയ്യാക നഅ്ബുദു പടച്ചോന് നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു. അല്ലാഹ് വ ഇയ്യാക നസ്തഈൻ നിനക്ക് മാത്രം ഞങ്ങൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹ് എന്തർത്ഥം? നിസ്കരിക്കുന്നാര് ഞാൻ ഒറ്റക്ക്, അല്ലെങ്കിൽ നിസ്കരിക്കുന്നതാര് നിങ്ങൾ ഒറ്റക്ക്. ഒറ്റക്കാട്ട് ജമാഅത്താട്ട് എങ്ങനാട്ട് എങ്ങനെ ഓതോണം? ഫാത്തിഹ എന്തിനെ ഓതണം? എങ്ങനെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചോനെ ഞങ്ങ നിനക്ക് ആരാധിക്കുന്നു, പടച്ചോനെ ഞങ്ങ നിന്റെ ഒട്ടമേ സഹായം തേടുന്നു. ഈ ഞങ്ങാറ് നാണെന്നല്ലേ ചൊല്ലണയോ? ഞങ്ങ കൊണ്ടൂടെ ഇയ്യാക അഅ്ബുദു അലിഫ് കൊടുക്കണായത്, വ ഇയ്യാക അസ്തഈനു അലിഫ് കൊടുത്തിട്ട് ചൊല്ലണായത്. അപ്പൊ ശരിയാവിടെ അർത്ഥ നാണ് നിന്റെ ഒട്ട മാത്രമേ ഇബാദത്ത് എടുത്തോണ്ടുള്ള, നിന്റെ ഒട്ട മാത്രമേ കേട്ടോണ്ടുള്ള. അങ്ങനെ ചൊല്ലണായ ജാഗയില് എന്തൊക്കെ പഠിച്ചപ്പോ ഇങ്ങനെ പഠിപ്പാട്ടിയ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അങ്ങനെ ഓതണോ? അലിഫാഖുദീറ അത് ഖുർആനാണ്, അത് അള്ളാന്റെ വചനമാണ്. വള്ളി പുള്ളി വ്യത്യാസമാക്കപ്പെടാൻ പാടില്ല. മാറ്റി
മാറ്റി എഴുതാൻ പറ്റില്ല, മാറ്റി ഓതാൻ പറ്റാല. പക്ഷേ അവിടെ നീ ഒറ്റക്കാണെങ്കിലും പറയുന്നത് എന്തറിയാ? ഇയ്യാക നഅ്ബുദു, അല്ലാ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്ന്. ഈ ഞങ്ങള് എന്ന് കൂട്ടത്തെ ചേർത്ത് പറഞ്ഞത് എന്ത് ഗുന്തുണ്ടാ? പടച്ച റബ്ബേ, നാന് ബെടക്കായിട്ടിക്കോ, നന്റെ ഇബാദത്ത് ഒരു വേള ശരിയാവാണ്ടായിട്ടിക്കോ, നന്റെതൊന്നും ശരിയായിട്ടുണ്ടാവല. എന്നാലും ഞങ്ങളുടെ ഇടയിൽ കുറെ ആൾമാരുള്ളാർ, നല്ലങ്ങ ഇബാദത്ത് എടുത്തുകൊണ്ടുള്ളാർ, നല്ലങ്ങ നിസ്കരിച്ചുകൊണ്ടുള്ളാർ, നല്ലങ്ങ നിന്റൊട്ട ദ്വാരൊന്നുണ്ടുള്ളാർ. അവരുടെ ഇടയിൽ നാണും നിന്റൊട്ട ഇബാദത്ത് എടുത്തോണ്ടുള്ള, നിക്കത് ഇബാദത്ത് എടുത്തോണ്ടുള്ള. അതുകൊണ്ട് റബ്ബേ, അവരെ ഇബാദത്ത് കബൂൽ ചെയ്യുന്നത് പോലെ എന്റെ ഇബാദത്ത് സ്വീകരിക്കല്ലാ. അവരെ ഇബാദത്തിൽ നന്റെ ഇബാദത്ത് നീ ഇൻക്ലൂഡ് ആക്കണോ അല്ല, മിങ്കിളാക്കണോ അല്ല. അത് സിംഗിളാക്കിയിട്ട് ബെടക്കുണ്ടോ തപ്പുണ്ടോ തെറ്റുണ്ടോ എന്ന് പറഞ്ഞിട്ട് നന്റെ ഇബാദത്ത് തള്ളിക്കളഞ്ഞിരണ്ടല്ലോ. ഞാനാണെങ്കിലും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ഞാനാണെങ്കിലും ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു. ഈ ഞങ്ങൾ ചൊന്നത് കൊണ്ടുണ്ട ആ ഒരു ഇതൊക്കെ വലിയൊരു ഇജാബത്തും ബർക്കത്തുണ്ട്. അതാണ് നിങ്ങൾ, അതാണ് ഇൽമിന്റെ പ്രത്യേകമായ മജ്‌ലിസ്. ചെറിയ സംഗതിയല്ല. മുഅ്മിനീങ്ങളെ കൂട്ടം, മുഅ്മിനീങ്ങളുടെ സംഗമം, മുഅ്മിനീങ്ങളെ മജ്‌ലിസ്, അതിന് പ്രത്യേകമായ ഒരു പവറുണ്ട്. അതല്ലേ റസൂലുള്ള പറഞ്ഞ് 40 മുഅ്മിനീങ്ങൾ കൂടിയ ജാഗല്, ആണാവട്ട് പെണ്ണാവട്ട്, 40 മുഅ്മിനീങ്ങൾ കൂടിയ ജാഗല നിങ്ങൾ ദ്വാരക്കാണ്ട് പോയിരണ്ട. അവിടെ അതാ നിങ്ങൾ ദ്വാരക്കുമ്പോ ഉത്തരം ചെയ്യപ്പെടാൻ, ഉത്തരം സ്വീകരിക്കപ്പെടാൻ, ഉത്തരം നൽകപ്പെടാൻ എല്ലാം കൊണ്ട് യോഗ്യത്തെ, അർഹത്തെ, ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെങ്കിലും, ഒരാൾ മാത്രമെന്നല്ല, only one എന്നല്ല, only one എന്നല്ല, അറ്റ്ലീസ്റ്റ് വൺ, കടിമ പക്ഷ ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും നിങ്ങളിടയില് ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നവരുണ്ട്. അല്ലാഹുവിന്റെ വലിയുണ്ട്. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നല്ലോണം ദുആരുന്ന അല്ലാഹു ഉത്തരം ചെയ്യപ്പെടാൻ പറ്റിയവരാണ്. ഒരു വേള എല്ലാവരും നല്ലവരല്ലെങ്കിലും 40 ആള് കൂടിയവിടെ 39 ആള് ബെടക്കാണെന്നാണെങ്കിലും അതിൽ 40 ആളും ബെടക്കാവല. ഒരാളെങ്കിലും അവിടെ നല്ലയാളുണ്ട്. അതുകൊണ്ട് അവിടെ നല്ലോണം ദുആരുന്നോളണോ, അവിടെ നല്ലോണം ആമീൻ ചൊല്ലണോ, അവിടെ നല്ലോണം ദുആരപ്പിച്ചോളണോ, അവിടെ ഇരുന്നിട്ട് നല്ലോണം സമയം കളയണോ. കാരണം ആ മജ്‌ലിസിന് വലിയൊരു ബർക്കത്തുണ്ട്, ഇജാബത്തുണ്ട്, റഹ്മത്തുണ്ട്, കാര്യമുണ്ട്, പവറുണ്ട്. അല്ലാഹുവിനെക്കാളേറെ ചന്തത്തിൽ നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ചൊല്ല്. ഞങ്ങളെ പാപങ്ങൾ നോക്കിയെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം ഡൗട്ടാണ്. ഞങ്ങളെ ഇബാദത്തിന്റെ കണക്കെടുക്കാൻ നിന്നെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം ഡൗട്ടാണ്. അതൊന്നും നോക്കാതെ കാരുണ്യവാനായ റബ്ബ്, കരുണക്കടലായ റബ്ബ്, ദയാലുവായ റബ്ബ്, മുസ്തഫായ നബി തങ്ങളെ ശഫാഅത്തിലായി, മഹാന്മാരുടെ ജിവാരിലായി അവന്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഇതിനേക്കാളേറെ ചന്തത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അതുകൊണ്ട് ഈ ചെറിയ കാലം നമ്മ ജീവിക്കുമ്പോ, ചെറിയ ആയുസ് നമ്മ ജീവിക്കുമ്പോ നമുക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഇങ്ങനത്തെ ചില നേരങ്ങളല്ല. ഇത് നമുക്ക് ഇതെല്ലാവർക്കും കൊടുക്കാല്ല, ഇത് എല്ലാവർക്കും ഈ ചാൻസ് ഇല്ല. എനക്കൊണ്ടല്ലേ ഈ പ്രസംഗത്തിന് നിന്ന് പൊട്ടുപിടി എപ്പോഴും ചെല്ലുമ്പോൾ നാളത് എപ്പോഴും ചെല്ലുമ്പോൾ ഒരു പാങ്ങില്ല അല്ലേ. ഇയാൾക്ക് എപ്പോഴും ഇതേ പാട്ട്, എപ്പോഴും ഇതേ പാട്ട്, അത് വേണ്ട വീട്. ഏത് പാട്ട്? അൽഹംദുലില്ലാ. പിന്നെ ഈ വേണ്ടത് ഞാൻ വേണ്ട വെച്ചൊന്നും പിന്നെ കേൾക്കു തീരാ. ഇത് അൽഹംദുലില്ലാ നമുക്ക് ചെറിയ ആയുസ് ഈ ദുനിയാവിൽ. കുറേ കാലത്ത് ആയുസൊന്നുമില്ല. പണ്ടത്തെ ആൾമാർ ജയിച്ച പോലെ ജീവിച്ച പോലെ ഒന്നും 300, 400, 500, 1000, 2000, 2700 ആണ്ടല്ല ജീവിച്ച മനുഷ്യന്മാർ ഇന്നാറൂടെ. ഇപ്പൊ ദുനിയാവിൽ ഏറ്റവും വലിയ ആയുസ്സുള്ള ഒരാളൊരു പെണ്ണുങ്ങ, അത് ബീഹാറിൽ
ഞങ്ങളെ നിതീഷ് കുമാറിന്റെ 128 ഒഫീരിവായത്തിൻ ചൈനയിൽ ഏതോ ആട്ട് അങ്ങനത്തെ ഒരാൾ ഇപ്പോൾ ഉള്ളോ കാനശുമാരി കണക്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരാളുണ്ടോ 128 നമുക്കിപ്പോൾ എത്ര ചാൻസ് ഉണ്ടാ? हमारो उम्मतीना मुहम्मद 60 व 70 സല്ലിം അല്ലേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഹമാറോ ഉമ്മത്തി മാ ബൈന 60 व 70 60 70 ബിറ്റ്വീൻ 16 or 70 അല്ലേ? 60 70 ആണ്. ഈ പരിമിതമായ ചെറിയ ആയുസിന്റെ ഇടയിൽ ഞങ്ങൾ ജീവിക്കുമ്പോ സുബ്ഹാനല്ലാഹ് കണക്ക് കൂട്ടിയെങ്കിലേ, ഒന്ന് നന്നായിട്ടൊന്ന് സ്കാനിങ് എടുത്തെങ്കിലേ, ഒന്ന് ചെക്കിങ് ആക്കിയെങ്കില് ഞങ്ങൾ ആയുസ് 60 വെറുതെയാണ്. 70 പോയ ബൈക്ക് ഏതെന്നറിയാല. നിങ്ങൾ നോക്കോ അല്ലെ? ഇതാശൽ ഫത്ത 60 അമാ വനിസ്ഫുൽ ലൈൽ തംഹഖുൽ ലയാലി. ഒരാൾ 60 ആണ്ട് ജീവിക്കുന്നു വെച്ചാ 60 ആണ്ട് എന്ന് പറയുമ്പോ ജാവുമ്പോളും കൂടിയതല്ലേ 60 ആണ്ട് അല്ലേ? അല്ലേ, ജാവുമ്പോളും കൂടിയതല്ലേ 60 ആണ്ട്. അപ്പൊ 60 ആണ്ടില് 30 ആണ്ട് ഉറങ്ങിട്ട് പോയി. ജാവ് വർക്കിലല്ല വാവാ. ഇപ്പത്തെ ജനറേഷൻ നോക്കണ്ട, അങ്ങ ഫാസ്റ്റ് ഫുഡ് പീടിയിലുള്ള കണക്കങ്ങനല്ലേ? നേരെ പകുതി വർക്കില് പോയി. അപ്പൊ 30 ആണ്ട് വർക്കിലായി. ഇനി ജന്മം നൽകിയിട്ട് ഏകദേശം 10-15 വയസ്സ് വരെ കളിയായി, ചിരിയായി, ഗ്രൗണ്ടിലായി, സ്കൂളിലായി, പാച്ചലായി, സൈക്കിളിലായി. പള്ളിയില്ല, പറമ്പില്ല, ഇബാദത്തില്ല, അള്ളയില്ല, നബിയില്ല, ഈമാനില്ല, ഇസ്ലാമില്ല. 10-15 ആണ്ട് അങ്ങനെ പോയി. ഇനി 15 ആണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 30-35-40 ആണ്ടോളം പിന്നെ നല്ല റംപിന്റെ കാലായി, പിന്നെ ക്യാരം ബോർഡ് ചൊട്ടലായി, അല്ലെങ്കിൽ ഗാഞ്ച വലിക്കലായി, അല്ലെങ്കിൽ തേരാവാര നടക്കലായി, അല്ലെങ്കിൽ അവിടെ പള്ളിന്റെ ഉള്ളിൽ റാത്തീബ് നടക്കുമ്പോ, തറാബി നടക്കുമ്പോ പള്ളിന്റെ പുറത്ത് ഇരുന്നിട്ട് തിട്ടലിരുന്നിട്ട് ആരാന്റെ എണ്ണലായി. ഈ 40 ആണ്ട് ചുറുചുറുക്കുള്ള പ്രായമാണ്. അങ്ങനെ വേണ്ടാത്രങ്ങൾക്ക് ചെയ്യാനുള്ള സമയമാണ്, ചോരത്തിളപ്പിന്റെ സമയമാണ്. അതങ്ങനെ പോയി. പിന്നെ ഒരു 40 കഴിഞ്ഞിട്ട് ഒരു 10-15 കൊല്ലം അല്ലേ, അത് പിന്നെ കിടപ്പിലായി, ഷുഗറായി, പ്രഷറായി, ഹാർട്ടിന്റെ ബ്ലോക്കായി, നിന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കാൻ കഴിയുന്നില്ല, ബഗ്ഗിട്ട് സുജൂദെടുക്കാൻ മുട്ടുബഗ്ഗുന്നില്ല, നോക്കിയിട്ട് ഖുർആൻ ഓതാൻ കണ്ണ് കാണുന്നില്ല, ഒന്നുമില്ല. എല്ലാം പോയി. പിന്നെ എവിടെയാണ് മനുഷ്യന്റെ ജീവിതം ക്ലച്ച് പിടിച്ചത്? ഒരു ഗുണം ഇങ്ങനെ പോയി. പിങ്ങണാവാൻ പറ്റാല. ഞങ്ങളുടെ ജീവിതം എത്രയായാലും, അത് ഒത്തിരി ആയാലും എത്രയായാലും, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അവിടെ നിന്ന് കണക്ക് കൊടുക്കണോ? ഇവിടെ എങ്ങനെങ്കിലും തേരാപാര പാഞ്ഞതുപോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡൊമ്പറാട്ട കളിച്ചതുപോലെ നാളെ റബ്ബിന്റെ കോടതിയിൽ നടക്കേല. ഞാനും നിങ്ങളും പരലോകത്തെ വിശ്വസിക്കുന്നവരാണ്. എന്നൊരു ജന്മമുണ്ട് എന്ന് തീർത്തും വിശ്വസിക്കുന്നവരാണ്. പടച്ച റബ്ബിന് 4-5 കണക്ക് കൃത്യമായിട്ട് കൊടുക്കണം. അവിടെ എന്തു ഒപ്പിക്കാൻ കഴിയല, അവിടെ ഞഞ്ഞമിഞ്ഞ പറഞ്ഞിട്ട് അങ്ങനെ ഞെളിയാൻ കഴിയല, അവിടെ എങ്ങനെങ്കിലും ഒപ്പിച്ചിട്ട് ആളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ പിന്നെ സോപ്പിടാൻ പറ്റല. മുസ്തഫ റസൂലുള്ള പറഞ്ഞു, ലാ തസൂല ഖദമി ഇബ്നി ആദമ, ലാ തസൂല ഖദമി ഇബ്നി ആദമ ഇല്ലാ അൻ യുസ്അല അൻ 50. 5 ചോദ്യങ്ങൾക്ക് കൃത്യമായ, വ്യക്തമായ, സ്പഷ്ടമായ, ക്ലിയറായ മറുപടി പറയാതെ അല്ലാഹു നിന്റെ കാലനക്കാൻ വിടല പരലോകത്ത്. നിങ്ങൾക്ക് സൗണ്ടെല്ലാം ക്ലിയർ ആണെന്നല്ലേ? അയാളെ എനക്ക് വേണ്ടിയിട്ട് കുറച്ചല്ലൂടെ യാറാക്കിന്. നിങ്ങൾക്കതൊരു ക്ലാരിറ്റി എന്ത് കുറച്ചൊന്നും ഇല്ലല്ലേ? സ്പഷ്ടാന്നല്ലേ? അതൊന്നും വേണ്ട, അതെല്ലാം ക്ലിയർ. അല്ല, അപ്പുറപ്പുറം ബിൽഡിംഗ് എല്ലാം ഉള്ളപ്പോൾ ചിലപ്പോൾ ഒരു പ്രതിധ്വനി ഉണ്ടാവും. അതൊന്നും ആവുന്നില്ലല്ലേ? അല്ല, ഇനി വയലെല്ലാം കഴിഞ്ഞിട്ട് പയ്യ പോകുമ്പോത്തുക ആറങ്ങോർത്ത് അവിടുന്ന് കേട്ടാ നിങ്ങളൊട്ട എന്തരയാളി ചൊന്നോന്ന് അമ്മ ഗോവിന്ദൻ അല്ലെങ്കിൽ ഇത് വെറുതെ 2 ഗണ്ടകൾ കിട്ടത്. ഹലോ സാർ, അല്ല നിങ്ങളൊട്ടല്ല അങ്ങോട്ട. അപ്പൊ അത് കേട്ടത് മണി. അപ്പൊ 4-5 ചോദ്യങ്ങൾക്ക് ആഖിറത്തിൽ മറുപടി പറയാതെ നിന്നെ അനങ്ങാൻ വിടല. ലാ തസൂല ഖദമ ഇബ്ന ആദം, ആദമിന്റെ കാല്, മനുഷ്യന്റെ കാല്, വെച്ച കാല്, അതാനക്കാൻ അല്ല വിടല. ഇല്ല അൻ യുസ്അല അൻ 50. 5 ചോദ്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കണം, നീ വ്യക്തമായ മറുപടി കൊടുക്കണം. അതിലൊന്ന് നിന്റെ ആയുസ്സിനെ കുറിച്ച്. 2ാമത്തെ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.
നിന്റെ ആയുസ് നീ എന്താക്കിയെന്ന് കേൾക്കുമ്പോ അതിൽ 1-ാം ക്ലാസ് LKG മുതൽ ഏകദേശം മരിക്കുന്ന കേജോടത്തോളായി ഇല്ലേ? നിന്റെ ആയുസ് എന്താക്കി നല്ല കേൾക്കുമ്പോ A to Z എല്ലാം ആൻസർ ചൊല്ലണോ? ബയ്യക്കയിൽ പിന്നെയും ഒരു ചോദ്യം എക്സ്ട്രാ. ബാല്യക്കാർത്തി മോള് കേക്കാണോ? ഇവിടെ പെണ്ണുങ്ങില്ലേ വയല് കേക്കോ? ഇല്ലേ? ഉള്ളാർ പെണ്ണുകിടാക്ക ബാല്യക്കാർത്തിയ. ഇന്നത്തെ ബാല്യക്കാർത്തി പെണ്ണുകിടാക്ക എന്തു കേൾക്കണോ ഇത്? ഞങ്ങളെ ചെറുപ്പക്കാർ നല്ലോണം കേൾക്കണോ ഇത്? കാരണം ബാല്യക്കാർത്തി എന്ന് പറഞ്ഞെങ്കിൽ അവർ എങ്ങനെ അവഗണിക്കപ്പെടേണ്ടവരല്ല, സൈഡാക്കപ്പെടേണ്ടവരല്ല, അവര് ദൂരത്താക്കപ്പെടേണ്ടവരല്ല. അവർ ഈ സമാജത്തിന്റെ പെണ്ണുളൂപാണ്, അവർ ഈ പ്രസ്ഥാനത്തിന്റെ ധൈര്യമാണ്. ഞങ്ങളെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, ഭർവസയാണ്. ഞങ്ങളെ യുവാക്കള്, ഞങ്ങളെ യുവതികള് അവർ ഒരിക്കലും മാറാൻ പാടില്ല, അവർ റൂട്ട് മാറാൻ പാടില്ല. അവർ അള്ളാനെ മറന്നിട്ട് ജീവിക്കുന്ന വഴിയിലേക്ക് പോകരുത്. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ നിന്റെ ആ വിലപ്പെട്ട ആയുസ, ആ ഘനമുള്ള പവറുള്ള ചോരത്തിളപ്പുള്ള ആ നെഞ്ചുറപ്പുള്ള ആ നല്ല ആയുസ്, നിന്റെ യുവത്വം, അത് നാളെ അള്ളാന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. നീ നിന്റെ യുവത്വകാലത്ത് നീ എന്താക്കിയ? പഠിച്ചോനെ, ഞാൻ ക്യാരം ബോർഡ് ചൊട്ടിയാൻ ചൊല്ലാമാ, ഞാൻ 5 സ്റ്റാർ ക്ലബിൽ ജയിച്ചിട്ട് അങ്ങനെ കളിച്ച അല്ലാൻ ചൊല്ലാമാ, ഞാൻ ഗ്രൗണ്ട് പീസ് കെട്ടിയിട്ട് 20 കളിച്ച പഠിച്ചോനെ ചൊല്ലാമാ. പൊന്നുമോളോ നീ എന്താക്കിയെന്ന് കേൾക്കുമ്പോ പഠിച്ചോനെ ഞങ്ങളെ മഹിളാ കബഡി ടൂർണമെന്റിൽ ഞാൻ ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് ഇന്ന് ചൊല്ലാമാ. അല്ലാഹു നിന്റെ വിടുവാ. കളിക്കണ്ട ചിരിക്കണ്ട എന്നല്ല, എന്നാലും അതിനൊരു കളിക്കും ചിരിക്കും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു ഇത്തിമിതിയുണ്ട്. കളിക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല, ചിരിക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റബ്ബിഹു ഖുലൂബക്കും. നിങ്ങൾ എപ്പോഴും കുറച്ച് റിലാക്സ് ആണോ, കുറച്ച് ചിരിക്കണോ? നിങ്ങൾ എപ്പോഴും ഈ തണ്ണിൽ വീണ അടക്ക പോലെ ബീങ്ങിട്ട് നിൽക്കണ്ട. ചില ആൾമാരാണല്ലോ ഉസ്താദ്, അയാളെ വീട്ടിലൊരു ചിരിയുമില്ല, എന്തുമില്ല. അല്ലാ, അവന്റെ കണ്ടങ്ങ് മതിയാ ഉടുരെ എന്റെ നാളെ പോയോണ്ട്. ഈ മുകുൾനക ഉണ്ടല്ലേ, തപസ്സും പുഞ്ചിരി എന്ന് പറയും നമ്മൾ. ഇങ്ങനത്തെ പറയാ പുഞ്ചിരി. കർണാടക ഭാഷയിൽ, നിങ്ങളുടെ ഭാഷയില്, ഭാര്യ ഭാഷയില് മുകുൾനക അല്ലെ? അല്ലെ മുകുൾനക കടക്കട്ടാന്നുള്ള ചിരിയല്ല, അവര് നല്ല പാൽപുഞ്ചിരി. അതൊരു ഈമാനാണ്. അതുണ്ടെങ്കിൽ അവന് ഈമാൻ ഉണ്ട് എന്നർത്ഥം. അത് വേണം മുഖത്ത്. ചില ആൾമാരുടെ മുഖം ഉണ്ടല്ലേ, എപ്പോ നോക്കി തീന്റെ കണൽ പോകുന്ന പോലെ, ഒരു ചിരിയില്ല, ഒരു സലാം അടക്കുറുമില്ല, ഒരു സലാം ചൊല്ലുമില്ല. ഇപ്പല്ലേ ജമാൻ ബദൽകയ, പണ്ടത്തെ പോലെ എന്തല്ല. ഏതോ ഒരു ബയസര ആൾ വന്ന് തന്നോട് ചോദ്യത്തില്ല, ഉസ്താദ് ഇപ്പത്തെ ബാല്യക്കാർക്ക് തീരെ അതും കുർത്തമില്ലേന്ന്. നാ കേട്ടെ എന്തായി? അയാൾ ബാല്യക്കാരെ ഭയങ്കര ബൊട്ടാക്കിട്ട് ചൊന്നുണ്ടോ, ഇപ്പത്തെ ബാല്യക്കാർക്ക് തീരെ അതും ഇല്ല കുരുത്തവും ഇല്ല, ബയസന്മാരെ എന്തു മൈൻഡ് ആക്കില്ല ഞാൻ. അപ്പൊ ഞാൻ കേട്ടെ എന്തായി കാക്കാൻ? അപ്പൊ അയാൾ ചൊന്നു തോന്നുന്നുണ്ട, ആ ചെറുക്കൻ നന്റെ മുട്ട വന്നിട്ട് അസ്സലാമു അലൈക്കും ചൊന്നു തോന്നു, അതുണ്ടാവും ചൊല്ലുവാണ. പിന്നെ ലാനത്തിടനായത് ഇയാൾക്ക്. നോക്കൂ, അസ്സലാമു അലൈക്കും ചൊന്നത് ഇയാൾ കുടിച്ചിട്ടില്ല. ആ ചെറുക്ക് സലാം ചൊന്നു ഉസ്താദ്, പിന്നെന്ത് ചൊല്ലണേ? അല്ലാഹു നിങ്ങൾ എടുപ്പാലെടുക്കടി ചെന്നിരുവണയാ. നോക്കാ, ഇതാണ് വയസ്സന്മാർ. ഇനി ബാല്യക്കാര് അഞ്ചു പിന്നെ ദീനും ഇല്ല, നിലപാടും ഇല്ല, തേരാപറ നടന്നുകൊണ്ടുള്ളാറ്, പോയോണ്ടുള്ളാറ്. പണ്ടത്തെ പോലെ പൈസ ആക്കണമെങ്കിൽ പണിയെടുക്കണമെന്നില്ല. 5 മിനിറ്റിൽ വേണ്ട 50,000. നല്ലൊരു ബത്തി പിടിപ്പിച്ചെങ്കിൽ 70,000 അല്ലേ? നീ തിന്നുന്നത് ഹറാമാണ്, നീ വലിക്കുന്നത് ഹറാം.